ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് ബ്രീഡേഴ്സിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സും അതേപോലെ തന്നെ ബഡ്ജീസുമാണ് സെയിലിന് വന്നിട്ടുള്ളത്. ബൾക്ക് സെയിലാണ്. അപ്പോൾ 10 പീസ് ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട്. 4 to 5 മാസമൊക്കെ ആയത് 10,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. വയലറ്റ് മാസ്ക് പെയ്ഡ് ഉണ്ട്, വയലറ്റ് മാസ്ക് ഉണ്ട്, കൊബാൾട്ട് മാസ്ക് ഉണ്ട്, ലുട്ടിനോ പീച്ച് ഉണ്ട്, ആൽബിനോ ഉണ്ട്. അപ്പോൾ മൊത്തം 10 പീസ് ഇതുണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സുകൾ. 10 കൂടി 10,000 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് 3 പീസ് ഫാളോ ബഡ്ജീസിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത്. ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൽ 3 മാത്രമേ കൊടുക്കാനുള്ളൂ. 3 പീസ് ഫാളോ ബഡ്ജീസിൻ്റെ ചിക്സാണ് വന്നിട്ടുള്ളത്. 3 1000 രൂപയാണ് ചോദിക്കുന്നത്. 3 കൂടി 1000 രൂപ. അപ്പോൾ മൊത്തം ആഫ്രിക്കൻ ലവ് ബേർഡും ഈ ബഡ്ജീസും കൂടി ചോദിക്കുന്നത് 11,000 രൂപയാണ് ചോദിക്കുന്നത്. ബഡ്ജീസ് 3 കൊടുക്കാനുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പ്രാവുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ പിറവാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2 ബ്രീഡിംഗ് പെയറാണ്. അതിൽ രണ്ടാമത്തിലും മെയിൽ വന്നിരിക്കുന്നത് കിങ്ങും ഫീമെയിൽ വന്നിരിക്കുന്നത് മുദീനയാണ് വന്നിരിക്കുന്നത്. 2 ബ്രീഡിംഗ് പെയറിലും. അപ്പോൾ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി ഇതാണ് വന്നിരിക്കുന്നത്. മെയിൽ കിങ്ങും 2 കിങ് മെയിലും അതേപോലെ 2 ഫീമെയിൽ മുദീനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെയറിന് 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 ബ്രീഡിംഗ് പെയറുകളാണ് വന്നിട്ടുള്ളത്, കിങ്ങും മുദീനയും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീരെ ഹൈറ്റ് കുറഞ്ഞ പോമറേനിയൻ സ്പിറ്റ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പപ്പീസ് വന്നിരിക്കുന്നത് 2 ഫീമെയിൽ പപ്പിയും 1 മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 3200 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചത് ഫാദറിൻ്റെ ഫോട്ടോയും രണ്ടാമത് കാണിച്ചത് മദറിൻ്റെയും വീഡിയോ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീരെ ഹൈറ്റ് കുറവുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്, ഡോഗ്സാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ പോമറേനിയനാണ്. 3200 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 2 ഫീമെയിൽ പപ്പിയും 1 മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് പറവകളാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ വെള്ള പുള്ളിയുള്ള പ്രാവ് മെയിലാണ് വന്നിരിക്കുന്നത്. പറവ 10 മണിക്കൂർ പറന്ന പ്രാവാണ് ടൂർണമെൻറ്റിൽ. അതേപോലെ തന്നെ മറ്റു 2 ടൂർണമെൻറ്റിൽ ഓവർ അടിച്ച പ്രാവുകളാണ് വന്നിരിക്കുന്നത്, പറവ പ്രാവുകൾ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവ പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. അപ്പോൾ 2 മെയിലും 1 ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇത് മെയിലാണ് വന്നിരിക്കുന്നത്. 10 മണിക്കൂർ പറന്ന പ്രാവ്. അതേപോലെ തന്നെ മറ്റ് 2 വന്നിരിക്കുന്നത് ടൂർണമെൻറ്റ് ഇറങ്ങിയിട്ട് ഓവർ അടിച്ച പ്രാവുകളാണ്. അപ്പോൾ സിംഗിളായിട്ട് ഓവർ എടുക്കണമെങ്കിൽ 650 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അതേപോലെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി പറവ പ്രാവുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വന്നിരിക്കുന്നത് ഫാദറും, ആഷ് കളർ വന്നിരിക്കുന്നത്, ഓഫ് വൈറ്റ് കളർ വന്നിരിക്കുന്നത് മദറാണ് വന്നിരിക്കുന്നത്. 2 മെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത്, ബ്ലാക്ക് കളർ മെയിൽ പപ്പീസ്. അപ്പോൾ മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 3000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 2 മെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത്. കൊല്ലം അയ്യൂരാണ് സ്ഥലം വന്നിരിക്കുന്നത്. അപ്പോൾ മിനിയേച്ചർ ടൈപ്പ് ബ്ലാക്ക് കളർ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ് ആവശ്യമുള്ളവർ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് അവരെ.
അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പെറ്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് 8 പ്രാവുകളാണ്. ഒരു സിറാസ് ഉൾപ്പെടെ, ഒരു സിറാസും ബാക്കി ക്രോസ് ബേഡുകൾ നാടൻ പ്രാവുകൾ കൂടി 7 എണ്ണം, മൊത്തം 8 എണ്ണം 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സിറാസ് ഉണ്ടെങ്കിൽ ബാക്കി 7 പ്രാവുകൾ വേറെ ഉണ്ട്. 8 എണ്ണം 1000 രൂപ. അതേപോലെ അടുത്ത് വന്നിരിക്കുന്നത് ലാഹോറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ ലാഹോറിൻ്റെ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ലാഹോറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നാടൻ താറാവുകളാണ്. 3 എണ്ണം, 2 മെയിലും 1 ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നാടൻ താറാവ് ഈ 3 എണ്ണം കൂടി 700 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിന് വന്നിരിക്കുന്നത് ഒരു ഫ്ലൈൻ ഡക്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1000 രൂപയാണ് ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറിന് 1000 രൂപ. ഫ്ലൈൻ ഡക്ക് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്കതും എഗ് ചെയ്തിരിക്കുന്നതാണ്. എഗ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ള ഫ്ലൈൻ ഡക്കുകളാണ്. ബ്രീഡിംഗ് പെയർ 1000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് ഫയോമിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഫയോമിയുടെ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ്. ഫയോമിയുടെ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് പെറ്റ്സ് നമുക്ക് മലപ്പുറം അരീക്കോട് നിന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഫാൻസി കോഴികൾ, ഫ്ലൈൻ ഡക്ക്, അതേപോലെ താറാവ്, പ്രാവുകൾ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഫയോമിക്ക് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കിൻ്റെ ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ഈ പെയറിന് 500 രൂപയാണ് ചോദിക്കുന്നത്. ഫ്ലൈൻ ഡക്കിൻ്റെ ചിക്സ് പെയർ 500 രൂപയായിട്ടാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളാണ്. നാടൻ ചാത്തൻ കോഴികൾ ഒരെണ്ണം 500 രൂപയാണ് ചോദിക്കുന്നത്. തനി നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 2 എണ്ണം വന്നിട്ടുണ്ട്. പീസ് റേറ്റ് 500 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ഫീമെയിൽ കാറ്റുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഒരെണ്ണം തള്ളക്കാറ്റും അതേപോലെ 2 കിറ്റൺസാണ് സെയിലിന് വന്നിട്ടുള്ളത്. 3 ഫീമെയിൽസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം കൂടി 9000 രൂപയാണ് ചോദിക്കുന്നത്. 3 എണ്ണം കൂടി 9000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. കാസർഗോഡാണ് ലൊക്കേഷൻ. അപ്പോൾ 3 ഫീമെയിൽ കാറ്റുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോൾ ഫേസാണ് വന്നിരിക്കുന്നത്. 8ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേജും അതേപോലെ തീറ്റപാത്രങ്ങളും എല്ലാ പാത്രങ്ങളും പ്രാവുകളും അടക്കം 20000 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. കേജും പ്രാവുകളും മൊത്തമായിട്ട് കാലിയാക്കലാണ്. ഈ പ്രാവുകളെല്ലാം മൊത്തം പ്രാവുകൾ ഫാൻസി പ്രാവുകളാണ്. ഒട്ടും എല്ലാതും ഫാൻസി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേജുകളും ഈ തീറ്റപാത്രങ്ങളും അതേപോലെ തന്നെ പ്രാവുകളും മൊത്തം കൂടി 20000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രാവുകൾ സെയിലുണ്ട്. ഫാൻസി ഐറ്റംസ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രാവുകൾ. അപ്പോൾ ഫാൻറ്റേൽസ് ഉണ്ട്, മുഗിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രാവുകളും. അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത്. എടുക്കുന്നവർക്ക് എന്തായാലും ലാഭമായിരിക്കുള്ളൂ. കേജ് ഉണ്ട്, നല്ലൊരു അടിപൊളി കേജും പ്രാവുകളടക്കം 20000 രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ ഒരു ഫീമെയിൽ കാറ്റാണ് സെയിലിന് വന്നിരിക്കുന്നത്. കായംകുളാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുണ്ട്. 1 ലിറ്റർ എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി അഡൽട്ട് ഫീമെയിൽ കാറ്റിൻ്റെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 3500 രൂപയാണ് ഈ കാറ്റിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. കായംകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇപ്പോൾ ഓൺ ഹീറ്റിലാണ്
അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് മാത്രം, മിനിമം 20 to 30 സെക്കൻഡ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിൽ വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ കുമരകാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. കിങ്ങിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 3500 രൂപയാണ് ഈ കിങ്ങിൻ്റെ പെയറിന് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. 3500 രൂപ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഒരുപാട് ഫാൻറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഫാൻറ്റെയിൽസ്, കിങ്, അതേപോലെ തന്നെ ബർപ്പൻ. കിങ്ങിന് 3500, ഫാൻറ്റെയിൽസ് 1000, ബർപ്പൻസ് 800 രൂപ എന്ന റേറ്റൊക്കെയാണ് ചോദിക്കുന്ന റേറ്റ്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. കോട്ടയം ജില്ലയിൽ കുമരകാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനകത്തിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ നല്ല സപ്പോർട്ട് കാരണമാണ് സെയിൽ നടക്കുന്നത്. നമ്മുടെ വീഡിയോസിന് നല്ല നല്ല കമൻറ്റുകളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരാണ് സെയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെയിൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബ്രീഡേഴ്സിനെ വിളിക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും കൂടി പറയുന്നത് കൂടുതൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. മറ്റു യൂട്യൂബ് ചാനലുകൾ ചാർജസ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്യുന്നത് അവരോട് പറയുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഇനി നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും.